Hi everyone, today I'm here to discuss what is the difference between the prepositions for and since. So let's see what is the correct usage of these prepositions. So the first one is for. The preposition for actually refers a specific point in time or it shows a duration of time. ഫോർ എന്ന് പറയുന്നത് ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം ആണ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനൊരു സ്റ്റഡി ടൈമാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. എ എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റ് 7 AM സ്റ്റഡി ടൈം സ്റ്റാർട്ട് ചെയ്തു, പിന്നെ 8 AM കഴിഞ്ഞു, ഇപ്പോൾ 9 AM ആണ്. അപ്പോൾ ഫോർ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത് ശരിക്കും സ്റ്റാർട്ട് ചെയ്ത ആ പോയിൻറ്റും ഇപ്പോഴുള്ള ആ ഒരു സമയമുണ്ടല്ലോ അത് തമ്മിലുള്ള ഡ്യൂറേഷൻ എത്രയെന്ന് കാണിക്കാനായിട്ടാണ് ഫോർ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ 7 o'clock തൊട്ട് 9 o'clock വരെ ഉള്ള ആ 2 hour ഡ്യൂറേഷനാണ് ഫോർ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറയേണ്ടത്. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് for 2 hours. I have been studying for 2 hours എന്ന് പറയുമ്പോൾ ഞാൻ 2 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, എപ്പോൾ തുടങ്ങി അന്ന് ആ ടൈം അല്ല പറയേണ്ടത്, എത്ര നേരമായിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു ഡ്യൂറേഷൻ എത്ര മണിക്കൂറാണ് അല്ലെങ്കിൽ എത്ര ദിവസമാണ്, എത്ര മിനിറ്റ് ആണ്, അതാണ് ഫോർ യൂസ് ചെയ്യേണ്ട കേസ്. ഇനി സിൻസ് യൂസ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ തന്നെ സെയിം എക്സാമ്പിൾ സ്റ്റഡി ടൈം 7 o'clock സ്റ്റാർട്ട് ചെയ്തു, 8 AM കഴിഞ്ഞു, ഇപ്പോൾ 9 AM ആണ്. അപ്പോൾ സിൻസ് യൂസ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് സിൻസ് 7 AM. ഞാൻ 7 AM തൊട്ട് പഠിച്ചുകൊണ്ടിരിക്കുവാണ്, ഇപ്പോഴും പഠിക്കുന്നു. അതായത് സംതിങ് ഹാസ് സ്റ്റാർട്ടഡ് ഇൻ ദി പാസ്റ്റ് ആൻഡ് സ്റ്റിൽ കണ്ടിന്യൂയിങ്. ഒരു കാര്യം നേരത്തെ തുടങ്ങി പക്ഷെ അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് സിൻസ് 7 AM. ഞാൻ 7 AM ആ സ്റ്റാർട്ട് ചെയ്ത പോയിൻ്റാണ് അവിടെ പറയേണ്ടത്. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് സിൻസ് 7 AM. 7 മണി തൊട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്ര മണിക്കൂറായിട്ട് പഠിക്കുന്നു അങ്ങനെയൊന്നും സിൻസിൽ നമ്മൾ പറയത്തില്ല. പക്ഷേ ഫോർ പറയുമ്പോൾ ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് for 2 hours. ആ ഡ്യൂറേഷനാണ് ഫോറിൽ കാണിക്കേണ്ടത്. സിൻസിൽ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈം എപ്പോഴാണ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് പോയിന്റ് കാണിക്കുക. ഈ ഫോർ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഫോർ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ എഴുതുക, അത് കഴിഞ്ഞാൽ ഒരു നമ്പർ, അത് കഴിയുമ്പോൾ ടൈം വേർഡ്. അങ്ങനെയാണ് ഫോർ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട മെത്തേഡ്. for 2 hours. ഇവിടെ 2 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. ടൈം വേർഡ് എന്ന് പറഞ്ഞാൽ അത് അവർ ആകാം, മിനിറ്റ് ആകാം, സെക്കൻഡ് ആകാം, വീക്കെൻഡ് ആകാം, മന്ത് ആകാം. അപ്പോൾ ആ ടൈമിനെ കാണിക്കുന്ന ഒരു വേർഡ്, അതാണ് ടൈം വേർഡ്. for 2 hours ഫോർ പ്രപ്പോസിഷൻ നമ്പർ 2 ആൻഡ് ടൈം വേർഡ് hours ആണ്. for a month എന്ന് പറയുമ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞാൽ 1 എന്നാണ്. for a month, for a weekend. സോ ഇതാണ് ഫോർ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട രീതി. സോ ഈ പ്രപ്പോസിഷൻ്റെ എക്സാമ്പിളാണ് ഐ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ 1 hour. നമ്മൾ പറഞ്ഞു ഫോർ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഡ്യൂറേഷൻ ആണ് കാണിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് ടൈം പീരിയഡ് കാണിക്കണം. ഇവിടെ ഐ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ 1 hour എന്ന് പറയുമ്പോൾ ഡ്യൂറേഷൻ ആണ് പറയുന്നത്. സോ ഫോർ കഴിഞ്ഞ് നമ്പറുണ്ട്, ഒരു ടൈം വേർഡ് ഉണ്ട്. അപ്പോൾ ഫോർ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ എപ്പോഴും ഡ്യൂറേഷൻ കാണിക്കേണ്ടടുത്ത് മാത്രമാണ് ഫോർ യൂസ് ചെയ്യുന്നത്. പക്ഷേ സിൻസ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സംതിങ് ദാറ്റ് ഹാസ് ഹാപ്പൻ ഓർ സ്റ്റാർട്ടഡ് ഇൻ ദി പാസ്റ്റ് ആൻഡ് സ്റ്റിൽ കണ്ടിന്യൂയിങ്, ആ ഒരു കേസിലാണ് യൂസ് ചെയ്യേണ്ടത്. എന്തോ ഒരു കാര്യം നേരത്തെ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ആ ഒരു സിറ്റുവേഷനിലാണ് സിൻസ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യേണ്ടത്. പക്ഷേ സിൻസ് യൂസ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ സിൻസ് എന്ന് പറയുന്ന ആ ഒരു പ്രപ്പോസിഷൻ കഴിഞ്ഞ ഉടനെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണിക്കണം. എപ്പോഴാണോ അത് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണിക്കണം. ഫോർ എക്സാമ്പിൾ സിൻസ് 2 AM, 2 മണിക്ക് തുടങ്ങി. എന്താണോ ചെയ്യുന്നത് അത് 2 മണിക്കാണ് തുടങ്ങിയത് പക്ഷേ ഇപ്പോഴും കണ്ടിന്യൂയിങ് ആണ്. സിൻസ് സൺഡേ തുടങ്ങി. അപ്പോൾ സിൻസ് കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണിക്കണം. സിൻസ് 1855 അതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. സിൻസ് ടുഡേ മോർണിംഗ്, അപ്പോൾ ഇതൊക്കെ സ്റ്റാർട്ടിംഗ് പോയിന്റ്സ് ആണ് കാണിക്കുന്നത്. എന്നിട്ട് ആ ഒരു കാര്യം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറയാൻ നമ്മൾ സിൻസ് പ്രപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിൻസിൻ്റെ എക്സാമ്പിളാണ് ഐ ഹാവ് ബീൻ വർക്കിംഗ് സിൻസ് 8 AM എന്ന് വെച്ചാൽ മുമ്പേ നമ്മൾ ഫോറിൻ്റെ പറഞ്ഞ അതേ എക്സാമ്പിളാണ്. സിൻസ് യൂസ് ചെയ്യുന്ന കേസിൽ എപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെന്ന് നമ്മൾ കാണിക്കണം. ഐ ഹാവ് ബീൻ വർക്കിംഗ് സിൻസ് 8 AM എന്ന് പറഞ്ഞാൽ ഞാൻ 8 AM 8 മണി തൊട്ട് നടക്കുവാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുവാണ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് സിൻസ് 8 AM. അപ്പോൾ സിൻസ് കഴിഞ്ഞാൽ എപ്പോഴും അത് സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് കാണിക്കണം.
I have been doing my homework since 8 o'clock. അല്ലെങ്കിൽ my father has been running a shop since 2000 തൊട്ട് എൻ്റെ ഫാദർ ഒരു കട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്തോ ഒരു കാര്യം നേരത്തെ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുവാണ്. അതിനാണ് സിൻസ് എന്ന് പറയുന്ന preposition യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഫോർ ആൻഡ് സിൻസ്. For actually shows a particular period or duration of time, but since actually shows the starting point of time and still continuing. സാധാരണ ആൾക്കാർ തെറ്റിക്കുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് സിൻസ് 2 hours അങ്ങനെയൊക്കെ പറയും. അപ്പോൾ സിൻസ് കഴിഞ്ഞ് 2 hours അങ്ങനെ ഡ്യൂറേഷൻ നമ്മൾ പറയത്തില്ല. ഫോറിൻ്റെ കൂടെയാണ് നമ്മൾ ഡ്യൂറേഷൻ പറയുന്നതെന്നും സിൻസിൻ്റെ കൂടെ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിൻറ്റുമാണ് കാണിക്കുന്നതെന്ന് ഓർത്തിരുന്നാൽ മതി. അതാണ് അതിൻ്റെ ഡിഫറൻസ്. So I hope this video is useful for you. If you like this video, please like, share and subscribe to my channel. Thank you.